ടൂളിഫ്ലവറിൻ്റെ പാർട്ട് 2 കണ്ടാലോ. ഇനി ഇതാ നമ്മൾ ഈ ടൂളിഫ്ലവറിൻ്റെ സ്റ്റിക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫില്ല് ചെയ്യാണ് കേട്ടോ വേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഗം ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ സെൻറ്ററിൽ, കാരണം നമ്മൾ ഇനി അവിടെ യാണിനെ കൊണ്ട് നല്ലോണം ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ലോണം ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ സെൻറ്ററാക്കി വെച്ചിട്ട് സെൻറ്ററിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ടാപ്പസ്ട്രി നീഡിൽ വെച്ചിട്ട് ഇതുപോലെ സെക്യൂർ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇവിടെ ഈ ഒരു പോയിന്റിൽ സ്റ്റിച്ച് മാർക്കർ ഉണ്ടാവും. ഇത് കഴിഞ്ഞ് നല്ലോണം ടൈ ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് 2 ടിപ്പുകളും ഇതുപോലെ സെൻറ്ററാക്കി വെച്ചിട്ട് അവിടെയും കൂടി ഇതുപോലെ ഇങ്ങനെ മടക്കിയതിന് ശേഷം അതിൻ്റെ ടിപ്പിലൂടെയും കൂടി നമ്മൾ യാൺ ഇങ്ങനെ കയറ്റിയിട്ട് അതും നല്ലോണം സെക്യൂർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതോടുകൂടി ടൂളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റെമ്മും ടൂളിഫ്ലവറും കൂടി നല്ലൊരു പിടുത്തം കിട്ടാനും അതിൻ്റെ മേലെ ലീഫ് അറ്റാച്ച് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രീൻ കളർ യാണിനെ കൊണ്ട് ഇതിൻ്റെ മേലെ വൈൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് തന്നെ ടിപ്പിൽ നമ്മൾ ഗമ്മ തേച്ചതിന് ശേഷം ഇതുപോലെ ടിപ്പ് താഴ്ത്തി വെച്ചിട്ട് നല്ലോണം ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ടിപ്പും ഹൈഡായിട്ട് പോയിക്കോളൂ കേട്ടോ. നല്ലോണം വലിച്ച് വേണം കേട്ടോ ട്വിസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ആകുമ്പോൾ ടൂളിഫ്ലവർ നല്ല സെറ്റായിട്ട് അവിടെ നിന്നോളൂ, ഒടിഞ്ഞിങ്ങനെ കുത്തൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഇത് അത്യാവശ്യം നല്ലോണം താഴെ വരെ ഇങ്ങനെ സ്റ്റെമ്മ് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം നമുക്ക് എവിടെ നിന്നാണോ ലീഫ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നിട്ട് ഓൾറെഡി ഇതുപോലെ ലീഫ് നിങ്ങൾക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ലീഫിൻ്റെ പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഈ ലീഫും അതുപോലെ ചെയ്തതിന് ശേഷം ലീഫ് നമുക്ക് എവിടെയാണോ അറ്റാച്ച് ചെയ്യേണ്ടത് ഇതുപോലെ ലീഫും ഒരുമിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി വരുന്ന യാണില്ലേ ഇതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലീഫും ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ഹൈഡായിട്ട് പോയിക്കോളൂ കേട്ടോ. കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണോ പോയിന്റ് വരുന്നത് അവിടെ കുറച്ച് ഗമ്മ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള യാണും കൂടി നല്ല രീതിയിൽ വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടൂളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ പാറ്റേൺസിന് വേണമെങ്കിൽ ഫോളോ ചെയ്തോളൂ. ഇനി നമുക്ക് സ്റ്റെമ്മ് കവർ ചെയ്യുന്നത് ലീഫ് വെക്കുന്നതൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ കാണാം.